ഏകാലത്തും പൂരം നടത്തിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിന് ജില്ലാ കലക്ടർക്കാണ്. ഈ കലക്ടറാണ് സത്യം പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതിൽ പ്രധാനപ്പെട്ട പങ്കാളിയാണ് എങ്കിൽ അത് ഒന്നാമത്തെ പ്രതിയായിട്ട് വരേണ്ട ആൾ അന്നത്തെ ജില്ലാ കലക്ടറാണ്. ഞാൻ ആ റിപ്പോർട്ട് പത്രങ്ങളിലൂടെ വായിച്ച അതിൻ്റെ ഒറിജിനൽ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ കൊടുത്തിട്ടുള്ള നിർദ്ദേശിക്കപ്പെട്ടത് പ്രകാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 തട്ടിലുള്ള അന്വേഷണം നടന്നിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ ADGPയുടെ റിപ്പോർട്ടിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് എന്താണ് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഗവൺമെൻറ് ഒരു ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് കേട്ടൊരു കാര്യം, തിരുവമ്പാടി ദേവസ്വത്തെ ഇതിനകത്ത് പ്രതി ചേർക്കുന്ന രീതിയിലുള്ള നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ദേവസ്വം പൂരം അലങ്കോലപ്പെടുത്തും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ ആ ദേവസ്വത്തിനകത്തുള്ള ചില വ്യക്തികൾ അതിൽ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പുറത്തു വരേണ്ടത്. ആ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഈ പൂരം അലങ്കോലപ്പെടുത്തുന്നതിലൂടെ അതിൻ്റെ രാഷ്ട്രീയമായ ലാഭം കൊയ്തിട്ടുള്ള ആ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഈ പൂരം കലക്കലിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അവർക്ക് സഹായകമായ നിലപാടുകൾ ഈ ദേവസ്വത്തിൽ ചില ആളുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം, ഇപ്പോൾ ADGPയെ സംബന്ധിച്ച് ADGP അവിടെ ഉണ്ടായിട്ടും ഇതിനകത്ത് ഇടപെട്ടില്ല എന്ന് സംബന്ധിച്ചൊരു ചർച്ച മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് അന്ന് ഈ പൂരം നടത്തിപ്പിൻ്റെ ഏകാലത്തും പൂരം നടത്തിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിന് ജില്ലാ കലക്ടർക്കാണ്. അന്ന് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉള്ളതുകൊണ്ട് മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോ അത്രയും കാര്യം ഇടപെടാനുള്ള വളരെ വ്യക്തമായ പരിമിതി ഉള്ള സാഹചര്യത്തിൽ അന്ന് ജില്ലാ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത് ജില്ലാ കലക്ടർ ഈ സംഭവം നടക്കുമ്പോൾ അയാളുടെ പൂർണ്ണ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ കലക്ടറാണ് സത്യം പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതിൽ പ്രധാനപ്പെട്ട പങ്കാളിയാണ് എങ്കിൽ അത് ഒന്നാമത്തെ പ്രതിയായിട്ട് വരേണ്ട ആൾ അന്നത്തെ ജില്ലാ കലക്ടറാണ്. ആ ജില്ലാ കലക്ടറാണ് എന്ന കാര്യം യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് മന്ത്രി അടക്കമുള്ള ആളുകളെ ആ പൂരം ഇങ്ങനെ അലങ്കോലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന തൃശ്ശൂർ പൂരം നടത്തുന്നതിന് മുഖ്യ നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന അന്നത്തെ ജില്ലാ കളക്ടറോട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനമാണ് ജില്ലാ കളക്ടർ അന്ന് നടത്തിയത്. അതിൻ്റെ അർത്ഥം എന്താണ്? മന്ത്രിമാരോ MLA മാരോ അങ്ങോട്ട് വരണ്ട, തനിക്ക് നേരിട്ട് നേതൃത്വം കൊടുത്ത് അത് പരിഹരിക്കാൻ കഴിയുമെന്ന നിലയിലുള്ള ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞെങ്കിലും സംഭവിച്ചത് നേരെ മറിച്ചാണ്. ഈ പൂരം അലങ്കോലപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായത് കലക്ടറുടെ നിസ്സംഗത മനോഭാവം അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള നിസ്സംഗത മൂലമാണ്. രണ്ടാമത്തെ കാര്യം, 3:30-ക്ക് ശേഷം അന്ന് ഞാനും അന്നത്തെ മന്ത്രി രാജനും ഇടപെട്ട് ഈ തിരുവമ്പാടി അടക്കമുള്ള ആളുകൾ വന്ന് സഹകരിച്ചുകൊണ്ടാണ് ആ പൂരത്തിൻ്റെ വെടിക്കെട്ടെന്ന് രാത്രി പുലർച്ചെ നടക്കുന്നത്. ആ യോഗത്തിൽ എന്തുകൊണ്ട് കലക്ടർ പങ്കെടുത്തില്ല? കലക്ടറോട് സംസാരിച്ചിട്ട് പോലും കലക്ടർ ആ യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ അർത്ഥം പൂരം അലങ്കോലപ്പെടണമെങ്കിൽ അലങ്കോലപ്പെടട്ടെ എന്ന ധാരണ ജില്ലാ കലക്ടർക്കുണ്ടായിരുന്നോ എന്നുള്ളത് ഞാൻ ബലമായി സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഉദാഹരണം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ആഴ്ചക്കകത്ത് അദ്ദേഹം BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അദ്ദേഹം നാടകീയമായി മാറിയപ്പോൾ അത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ യഥാർത്ഥ പ്രതികൾ ആരാണെന്നുള്ളത് കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂർ പൂരം അടുത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിവാദത്തിലേക്ക് പോകാനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഴപ്പത്തിൽ ഒരു പ്രസ്താവന നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെയും കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്, തിരുവമ്പാടി ഒരു ദേവസ്വം ഈ വിഷയത്തിൽ പ്രതിയാണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നതിനോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതിനകത്തുള്ള ചില വ്യക്തികൾ, സ്ഥാപിത താല്പര്യമുള്ള ആളുകൾ, രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അവിടെ ചില അലങ്കോലപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് എന്ന മുൻപും ഇപ്പോഴും എപ്പോഴുമുള്ള എൻ്റെ നിലപാട് വ്യക്തമാക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്.